2026 വിഷു വർഷഫലം തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു ഫലം അനുസരിച്ചിട്ട് വ്യാപാര വ്യവസായ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അഭിവൃദ്ധിയും ധനനേട്ടവും ഒക്കെ വന്നു ചേരുന്നതാണ്. ശനിയുടെ ആ ഒരു അനുകൂല നിലപാട് നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഗുണങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു അനുകൂലമായ സമയം തന്നെയാണ്. മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ട്. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമാകുന്നതാണ്. അന്യദേശവാസം, അതായത് വീട് വിട്ട് മാറി താമസിക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. അവർക്ക് സജ്ജന ബഹുമതിയും അതുപോലെ മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ കിട്ടുന്നതാണ്. അധികാരമൊക്കെ കയ്യിൽ വരുന്ന ഒരു കാലഘട്ടമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക്. യാത്രാ ചെലവുകൾ ധാരാളമായിട്ട് അധികരിക്കുന്നതാണ്. ഒരു കാര്യത്തിന് 10 പ്രാവശ്യം പോകേണ്ടതായിട്ടൊക്കെ വന്നു ചേരാം. എല്ലാ കാര്യത്തിനും ഇറങ്ങുമ്പോൾ ഒരു പ്രതിബന്ധം ചിലപ്പോൾ നിങ്ങളെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രാർത്ഥനകൾ, ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കാം. നല്ലതുപോലെ ഈശ്വര പ്രാർത്ഥനകളൊക്കെ ചെയ്യാം. ശത്രുദോഷം കർമ്മരംഗത്ത് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വന്നു ഭവിക്കുന്നത് കൊണ്ട്, ശത്രുദോഷം വന്നു ഭവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിജയത്തിലെത്തിക്കാനായിട്ട് വെല്ലുവിളികളൊക്കെ ഉണ്ടാകാം. ഗുരുജനങ്ങൾ, പിതൃ ക്ലേശം അനുഭവയോഗ്യമാകുന്നതാണ്. അതായത് അച്ഛനമ്മമാർക്കോ ഗുരുജനങ്ങൾക്കോ ഒക്കെ ചികിത്സയോ അസുഖങ്ങളോ ഒക്കെ വരികയും അവരെ നോക്കേണ്ടതായിട്ട് വരികയും അതുകൊണ്ട് സാമ്പത്തിക ചെലവുകളൊക്കെ നിങ്ങൾക്കുണ്ടാകാം. വാഹനം, വസ്തു ഇവയൊക്കെ വാങ്ങാനായിട്ട് യോഗം കാണുന്നു. വസ്തു വാങ്ങി അതിൽ വീട് പണിയാനും ഗൃഹപ്രവേശം നടത്താനും ഒക്കെ യോഗമുണ്ട് ഈ ഒരു വിഷു വർഷത്തിൽ. ദാമ്പത്യ ദുരിതം, ഭാര്യയും ഭർത്താവുമായിട്ട് ചില വാക്കുകളോ സംസാരങ്ങളോ ഒക്കെ വരികയും അത് ദാമ്പത്യ ദുരിതമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. പങ്കാളികളുമായിട്ട് രമ്യതയിൽ വർത്തിക്കുന്നത് വളരെ നന്നായിരിക്കും. സന്താനങ്ങൾക്ക് വേണ്ടി പണച്ചിലവുകൾ, സന്താനങ്ങളുടെ പഠനം, വിദ്യാഭ്യാസം അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പണച്ചിലവുകൾ അധികരിക്കുന്നതാണ്. തൊഴിൽ ശാലകളിൽ തർക്കങ്ങളും ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉദയം ചെയ്തേക്കാം. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ടും വന്നു ഭവിക്കുന്നുണ്ട്. ചിലവുകൾ അധികരിക്കുന്നതായ ധാരാളം പണം കണ്ടെത്തേണ്ട സാഹചര്യങ്ങൾ വരാം. 1, 2, 3 ഇതിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നോ 1, 2, 3 പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പണം കണ്ടെത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. സന്താനങ്ങളുടെ കാര്യത്തിൽ സമാധാനവും സന്തോഷവും കൈവരിക്കാനായിട്ട് കഴിയുന്നതാണ്. സന്താനങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി വർഷാവസാനത്തോടു കൂടി അവരും മിടുക്കരായി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും കൈവരുന്നതാണ്. കഠിന പരിശ്രമം ചെയ്യുന്നത് മൂലം അലസതയൊക്കെ മാറ്റിവെച്ച് ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ ചെലുത്തി അതുമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വർഷാവസാനം നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാം. പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും വന്നു ചേരുകയും അവയെ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ സംരംഭങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആദായം പ്രതീക്ഷിക്കാവുന്നതാണ്. ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനായിട്ട് നല്ല രീതിയിലുള്ള ഗുണാധിക്യം കൂടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിനെ ഭജിക്കുന്നത് നന്നായിരിക്കും.